നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും ചേരുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ വിരളമാണ്. അതായത് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയും. കർണാടകയിൽ അത്തരത്തിൽ ഒരു സൗകര്യം ഉണ്ട്. അതായത് അവിടുത്തെ ഭരണകക്ഷിയായിട്ടുള്ള അംഗങ്ങൾ അവർ MLA ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. MLC-മാർ ആയിരുന്നാലും മതി, അവർക്ക് മന്ത്രിമാരാകാം, മുഖ്യമന്ത്രി വരെ ആകാം. യോഗി ആദിത്യനാഥിനെ പോലുള്ള BJP-യുടെ നേതാക്കളും ഈ വഴി, അതായത് നേരിട്ട് ജനാധിപത്യത്തിലൂടെ അല്ലാതെ വളഞ്ഞ വഴിയിൽ കൂടി മുഖ്യമന്ത്രിമാർ ആയവരും ഈ ഭാരതത്തിലുണ്ട് എന്നോർക്കണം. പറഞ്ഞു വരുന്നത്, കർണാടകയിൽ DK ശിവകുമാർ നടത്തിയ ഒരു വലിയ പോരാട്ടമാണ്. അട്ടിമറിയിലൂടെ BJP നേതൃത്വം രാജ്യസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ വിജയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ വിജയങ്ങളാണ്. മധ്യപ്രദേശിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതും, അതുപോലെ തന്നെ ജാർഖണ്ഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ശ്രമിച്ച കള്ളക്കളിയും എല്ലാം നമ്മൾ കണ്ടതാണ്. അട്ടിമറിയിലൂടെ BJP-യുടെ MLC പ്രണേഷിന്റെ വിജയം സുപ്രീം കോടതി റദ്ദാക്കി. DKയുടെ ചരിത്ര വിജയങ്ങളിൽ ഒന്നാണ്. AV ഗായത്രി ഇപ്പോഴിതാ MLC ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. കോൺഗ്രസ് MLC ആയിട്ട് AV ഗായത്രിയുടെ തിരഞ്ഞെടുപ്പ് വലിയ വിജയത്തോടെ DK ശിവകുമാർ കരുത്ത് കാട്ടിയിരിക്കുകയാണ്. സുപ്രീം കോടതി AV ഗായത്രിയെ വിജയിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് BJP-യെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി പ്രഹരമാണ്. കർണാടകയിൽ ഒരു കാലത്തും BJP ഇനി അധികാരത്തിൽ വരില്ല. അത് ഉപരിസഭയിലായിരുന്നാലും നിയമസഭയിലായിരുന്നാലും ഒരു പ്രാതിനിധ്യവും ഉണ്ടാകില്ല. അതിന് സമ്മതിക്കുകയില്ല. താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, DK ഉള്ളിടത്തോളം കാലം ഇനി കർണാടകയിൽ BJP പയറ്റി നോക്കണ്ട. പയറ്റുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. DK കർണാടകയുടെ മണ്ണിൽ പരിപൂർണമായി വേരുറപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തെ തകർക്കാൻ, അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളെ താറുമാറാക്കാനും അദ്ദേഹത്തിനെ സാമ്പത്തികപരമായി ഞെരുക്കിക്കളയാൻ നരേന്ദ്രമോദി ഒരുപാട് ശ്രമിച്ചതാണ്. പക്ഷെ അതൊന്നും വില പോയില്ല. അത് മാത്രമല്ല, അദ്ദേഹത്തെ ഏതൊക്കെ രീതിയിൽ വരിഞ്ഞു മുറുകാൻ ശ്രമിക്കുമോ അതിൻ്റെ ഇരട്ടിക്കിരട്ടിയായി അദ്ദേഹം ശക്തമായ പോരാട്ട വീര്യത്തിലൂടെ അധികാരത്തിലെത്താൻ കഴിയുന്നുമുണ്ട്. 2023, 2028 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ ഒരു പാറ്റേൺ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. JDS ജനതാദൾ സെക്യുലർ ഛിന്നഭിന്നമായി പോയിരിക്കുകയാണ്. പേരിന് കുമാരസ്വാമി കേന്ദ്രമന്ത്രിയാണെങ്കിൽ പോലും ആ പാർട്ടിക്ക് നാമമാത്രമായ പ്രതിനിധികളാണുള്ളത്. BJP-ക്ക് അറിയാം, അവരെ കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ ഉള്ള സീറ്റ് കൂടി നഷ്ടപ്പെട്ടേക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ BJP-യുടെ ഒരു ഇത്തിൽക്കണ്ണിയായി ഇനിയും അവരെ ഒപ്പം കൂട്ടേണ്ട കാര്യമില്ല. എന്നാൽ ചില വോട്ട് ബാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം, മൈസൂർ മാണ്ഡ്യ മേഖലയിലുള്ള വോട്ട് ബാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവരെ സഖ്യത്തിൻ്റെ ഭാഗമാക്കി നിർത്തിയിരിക്കുന്നത്.